CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ വീണ വിജയനോ അവരുടെ IT കമ്പനിയോ കരിമണൽ കമ്പനിക്ക് യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ല എന്ന വീണയുടെ മൊഴിയിലും സാധൂകരണം. CMRL നിന്ന് എക്സാലോജിക്കും വീണയും ചേർന്ന് ആകെ 2.78 കോടി രൂപ കൈപ്പറ്റിയെങ്കിലും പകരമായി എന്തെങ്കിലും IT സേവനം നൽകിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വ്യക്തമാക്കുന്നു. എക്സാലോജിക് ജീവനക്കാർ, CMRL IT മേധാവി എന്നിവർക്ക് പുറമെ വീണ വിജയൻ നൽകിയ മൊഴിയും ഈ കണ്ടെത്തലിനെ സാധൂകരിക്കുന്നതാണ് എന്ന് എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ സേവനം നൽകിയതിനാണ് പണം കൈപ്പറ്റി എന്ന CPM കേന്ദ്രങ്ങളുടെ ആവർത്തിച്ചുള്ള വാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ മൊഴിപ്പകർപ്പ്. CMRLന് IT സേവനം നൽകിയതിന്റെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഔദ്യോഗിക സേവനങ്ങൾ അല്ലെങ്കിൽ രേഖകൾ ആവശ്യപ്പെട്ട് SFIO ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സേവനം സംബന്ധിച്ച ആശയവിനിമയമെല്ലാം നേരിട്ടായിരുന്നുവെന്നും ഒന്നിനും രേഖയില്ല എന്നുമാണ് വീണ മറുപടി നൽകിയിരിക്കുന്നത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും അദ്ദേഹത്തിന്റെ ടീമുമായി നേരിട്ടായിരുന്നു IT കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗങ്ങളുടെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള യാതൊരുവിധ രേഖകളും കമ്പനിയിൽ സൂക്ഷിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപേ എക്സാലോജിക് കമ്പനി അടച്ചുപൂട്ടിയതിനാൽ കമ്പനിയിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തിയ ഡിജിറ്റൽ ആശയവിനിമയങ്ങളുടെ രേഖകളും ലഭ്യവുമല്ല എന്നായിരുന്നു വീണയുടെ മറുപടി. SFIOയ്ക്ക് വീണ വിജയൻ നൽകിയ മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. ചോദ്യം: IT കൺസൾട്ടൻസി സേവനത്തിൽ വീണയ്ക്കുള്ള മുൻ പരിചയം എന്താണ്? വീണയുടെ ഉത്തരം: CMRLന് അല്ലാതെ മറ്റെവിടെയും എനിക്ക് ഇക്കാര്യത്തിൽ മുൻപ് അനുഭവ പരിചയമില്ല. ചോദ്യം: CMRLന് അയച്ച ഔദ്യോഗിക ഇമെയിലുകളിൽ സേവനം സംബന്ധിച്ച ആശയവിനിമയമൊന്നും കാണാനില്ലല്ലോ. ഉത്തരം: നേരിട്ട് സംസാരിക്കുന്നതിനാലായിരുന്നു CMRL മാനേജിങ്ങിന് എപ്പോഴും താല്പര്യം. അതുകൊണ്ടാണ് ഇമെയിൽ വഴി അത്തരം ആശയവിനിമയങ്ങൾ നടത്താതിരുന്നത്. ചോദ്യം 3: 2.78 കോടി രൂപ കൺസൾട്ടൻസി ഫീസായി കൈപ്പറ്റിയിട്ട് എന്ത് സേവനമാണ് നിങ്ങൾ CMRLന് നൽകിയത്? ഉത്തരം: IT കൺസൾട്ടന്റ് എന്ന നിലയിൽ ഞാൻ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും സെർവറും HR സോഫ്റ്റ്വെയറും പരിപാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നൽകിയത്. CMRLന് വേണ്ടിയുള്ള ERP സോഫ്റ്റ്വെയർ ഡിസൈനിങ് വേണ്ടിയാണ് 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് കമ്പനി പ്രവർത്തിച്ചത്. ചോദ്യം: എക്സാലോജിക്കിന്റെ കരാർ 2019 പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള കാരണം CMRLൽ നടന്ന ഇൻകം ടാക്സ് റെയ്ഡ് ആയിരുന്നു. ഇൻകം ടാക്സ് റെയ്ഡുമായി ഈ കരാർ അവസാനിപ്പിച്ചതിന് യാതൊരു ബന്ധവുമില്ല. സ്വന്തമായി സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നതിന് പകരം നിലവിൽ വിപണിയിലുള്ള റെഡിമെയ്ഡ് ERP സോഫ്റ്റ്വെയർ നേരിട്ട് വാങ്ങുന്നതാണ് കമ്പനിക്ക് നല്ലത് എന്ന് ഇരു കൂട്ടരും ഒന്നിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കരാറിൽ നിന്നും പിന്മാറിയത്. കരാർ പ്രകാരം കൃത്യമായ സേവനങ്ങൾ നൽകാതെയാണ് കോടിക്കണക്കിന് രൂപ കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയതെന്ന കണ്ടെത്തൽ കേസിന്റെ ഗതി മാറ്റും. വായ്പയായി പണം നൽകുകയും അത് തിരിച്ചടയ്ക്കാൻ വീണ്ടും പണം നൽകുകയും ചെയ്യുന്ന തരത്തിലുള്ള വിചിത്രമായ ഒട്ടനവധി സാമ്പത്തിക ഇടപാടുകൾ CMRL എക്സാലോജിക് കമ്പനികൾക്കിടയിൽ നടന്നിട്ടുണ്ടെന്നാണ് SFIO വ്യക്തമാക്കുന്നത്. യാതൊരുവിധ വാണിജ്യ യുക്തിയുമില്ലാത്ത ഇത്തരം ഇടപെടലുകൾ കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും മാസപ്പടിയുടെയും പരിധിയിൽ വരുന്നതാണ് എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുണ്ട്. IT കൺസൾട്ടന്റ് എന്ന നിലയിലുള്ള വീണ വിജയന്റെ ഇടപെടലുകൾ മൂലം CMRLന്റെ IT ഇൻഫ്രാസ്ട്രക്ചറൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഷ്കരണങ്ങളോ പുരോഗതിയോ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിലും വ്യക്തമായ തെളിവുകൾ നിരത്താൻ എക്സാലോജിക്കിന് ആയിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട നിലയിലാണെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള പണത്തിന്റെ ഒഴുക്കും നിലവിലെ മൊഴികളും പ്രതികളെ കടുത്ത നിയമക്കുരുക്കിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും വധിക്കാൻ ശ്രമിച്ച കേസ് CPM നേതൃത്വത്തെ ആകെ ചരിത്രത്തിലില്ലാത്ത വിധം കടുത്ത നിയമക്കുരുക്കിലേക്ക് നയിക്കുകയാണ്. ആക്രമണം സ്വാഭാവിക ജനരോക്ഷമല്ലെന്നും കൃത്യമായ പാർട്ടി നിർദ്ദേശപ്രകാരം നടന്ന ആസൂത്രിത ഗൂഢാലോചനയാണെന്നുമുള്ള സംശയം ബലപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന അറസ്റ്റിലായ മുൻ കൗൺസിലർ IP ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അണികളോട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താൻ നേതാക്കൾ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും പാർട്ടിയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുകയാണ്. കേരള പോലീസ് വിചാരിച്ചാൽ ഉന്നത നേതാക്കൾ വരെ പ്രതികളാകാവുന്ന കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരായ ആക്രമണമായതിനാൽ തന്നെ CBI അന്വേഷണം വരാനുള്ള സാധ്യത നിയമവൃത്തങ്ങൾ പ്രവചിച്ചു കഴിഞ്ഞു. അതായത് ഇവിടെ നോക്കേണ്ടത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് NIAയും വന്നത്. അതായത്
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ള CPM-ൽ കരുത്തുറ്റ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വസതിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ റെയ്ഡ് വരുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്തേക്ക് പാർട്ടിക്കാർ ഇരച്ചെത്താനും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വ്യക്തമായ സ്റ്റഡി അവിടെ NIA നടത്തിയിട്ടുണ്ട്. NIA അങ്ങനെ ഒന്നും കാണാതെ ഒന്നും വന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രസേനയെ അത്രയും അവിടെ ഇറക്കിയതും. അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കേന്ദ്രസേനയിൽ സ്ത്രീകളായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. CRPF യൂണിഫോമിൽ അവർ ഉണ്ടായിരുന്നു. അവർ പുറത്താണ് നിന്നത് എന്നുള്ളതാണ്. ഈ ആക്രമികളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു കല്ലേറോ അല്ലെങ്കിൽ ഒരു കുപ്പിയേറോ അതിൻ്റെ ഏതെങ്കിലും തുണ്ട് ഭാഗമോ ആ വനിതാ ഉദ്യോഗസ്ഥയുടെ പുറത്ത് കൊണ്ടിരുന്നുവെങ്കിൽ കളി മാറുമായിരുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെ കൊണ്ടിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു നിയമം തന്നെ അല്ലെങ്കിൽ വേറെ ഒരു വകുപ്പ് തന്നെ ഈ പ്രതികൾക്കെതിരെ ഇടാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ചില്ലറ കളിയല്ല കളിക്കുന്നത്. NIA-യെ ഒന്ന് തുറച്ചു നോക്കി അല്ലെങ്കിൽ NIA-യുടെ വണ്ടിയെ ഇത്രത്തോളം ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞില്ലായിരുന്നു. പകരം ഒന്ന് പ്രതിഷേധിച്ചത് മാത്രമേ ഉള്ളൂ. ബംഗാളിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. എന്തായാലും മുട്ടയെറിഞ്ഞ ബിനു അടക്കമുള്ളവർ ഇപ്പോൾ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ചിത്രമൊക്കെ തന്നെ ചിരിച്ചുകൊണ്ട് വലിയ വീരസാഹസികതയോടുകൂടി പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ ബിനു അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവ വികാസ കോലാഹലങ്ങളും പ്രധാന മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും മാറിക്കഴിയുമ്പോൾ പാർട്ടി പതിയെ ഇവരെ എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി 200-ലേറെ CPM പ്രവർത്തകരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ ED-യുടെ വാഹനങ്ങൾ തകർത്ത 25ഓളം പേരെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിലവിൽ മ്യൂസിയം പോലീസിന് പുറമെ ഷാഡോ ഡാൻസ് ഓഫ് സംഘങ്ങളും മറ്റ് സ്റ്റേഷനുകളിലെ പോലീസുകാരും ചേർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രതികളുടെ വീടുകളിലും ബന്ധുവീടുകളിലും ലോഡ്ജുകളിലും വ്യാപക റെയ്ഡ് നടത്തുകയാണ്. തിരിച്ചറിഞ്ഞ 8 പ്രധാന പ്രതികൾക്കായി പോലീസ് ഇതിനോടകം തന്നെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കനത്ത ആക്രമണത്തിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന ആക്ഷേപം ശക്തമായതോടെയാണ് ഒളിവിലുള്ള പ്രതികളെ പിടികൂടാൻ ആഭ്യന്തര വകുപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നത്. സംഘർഷത്തിന് നേതൃത്വം നൽകിയ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു അടക്കം 18 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. എന്നാൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തൊട്ടുമുൻപ് ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച വിവാദ പോസ്റ്റാണ് കേസിൽ CPM-ന് ഏറ്റവും വലിയ കെണിയായി മാറിയിരിക്കുന്നത്. പിടിച്ചതല്ല, പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എന്റെ നിലപാടും ശരിയും എന്നായിരുന്നു ബിനുവിന്റെ വരികൾ. കേന്ദ്ര ഉദ്യോഗസ്ഥരെയും CRPF ജവാന്മാരെയും ഈ ചുടുകട്ട കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്ത പ്രകാരമാണെന്ന ബിനുവിന്റെ പരസ്യ പ്രഖ്യാപനം കൃത്യമായ കുറ്റസമ്മതമായാണ് ED വിലയിരുത്തുന്നത്.